നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. കേരളം എതിർപ്പ് അറിയിച്ചെങ്കിലും കേരളത്തിലും ആരംഭിക്കാൻ തീരുമാനിച്ചു. പുതിയ ഭേദഗതികളോടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലും നടപ്പിലാക്കാൻ തീരുമാനമായി. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 100 ദിവസം തൊഴിൽ ദിനങ്ങൾ ആയിരുന്നത് ഇപ്പോൾ 125 വർദ്ധിപ്പിച്ചു. അതായത് ഒരു വർഷത്തിൽ 125 തൊഴിൽ ദിനങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ 50,000-ന് മുകളിൽ തുക ഈ ഒരു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ദിവസ വേതനവും വർദ്ധിപ്പിച്ചു എന്നത് തൊഴിലുറപ്പുകാരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. 401 രൂപയായാണ് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് ജോലി എടുക്കുന്ന ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. 318ഓളം വിവിധ തരത്തിലുള്ള തൊഴിലുകളാണ് ഈ ഒരു തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത്. മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ഇനി വിസ്മൃതിയിലാവുകയാണ്. ഈ ഒരു പദ്ധതിയുടെ പുതിയ പേര് VBG റാംജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പദ്ധതി കേരളത്തിലും പ്രാബല്യത്തിൽ വന്നു. ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തൊഴിലുറപ്പ് ജോലി എടുക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു തൊഴിലുറപ്പ് കാർഡ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കാർഡ് വാലിഡ് ആണോ എന്നുള്ളൊരു കാര്യം. എന്നാൽ നിലവിൽ ഉപയോഗിക്കുന്ന കാർഡ് വാലിഡ് ആണ്, അത് തന്നെ ഉപയോഗിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പുതിയതായി പ്രഖ്യാപിച്ച പേര് ഉൾപ്പെടുന്ന കാർഡ് ലഭിക്കുന്നതുവരെ KYC ചെയ്ത നിലവിലെ കാർഡുകൾ ഉപയോഗിക്കാമെന്നാണ് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ദിനങ്ങൾ 100 ആയിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് 125 ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ദിവസ വേതനം 401 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാസത്തിൽ ചുരുങ്ങിയത് 10 ദിവസമൊക്കെ പ്രവൃത്തി ദിനമായി ലഭിക്കുകയാണെങ്കിൽ തന്നെ 4000 രൂപയോളം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മുൻപ് കേന്ദ്ര വീതം 100% ഇപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പങ്കാളിത്തമുണ്ട്. കേന്ദ്രം 60%വും സംസ്ഥാനം 40% വീതവും നൽകിയാൽ മാത്രമേ ഈ ഒരു പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്നാൽ VBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേത് അടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ അനുവദിക്കില്ല. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തികൾക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾക്ക് അനുമതിയുണ്ട്. VBG റാംജി പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത്. അങ്കണവാടി, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം, വിശ്രമത്തിനായുള്ള പന്തൽ, സർക്കാർ സ്കൂളുകൾക്കും മറ്റും ചുറ്റുമതിലിനോ ശുചിമുറികളോ നിർമ്മിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയവ ഈ ഒരു കരട് പട്ടികയിലുണ്ട്. കനാലുകളും ഓവുചാലുകളും വൃത്തിയാക്കൽ, മണ്ണിടിച്ചിൽ തടയാൻ ഭിത്തി, ചെറിയ തടയണ നീർത്തടം, കനാൽ, മഴക്കുഴികൾ തുടങ്ങിയവയുടെ നിർമ്മാണം, കുഴൽ കിണർ പുനരുദ്ധാരണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, കാട്ടുതീ തടയൽ, റോഡ് നിർമ്മാണം തുടങ്ങിയവയും പട്ടികയിലുണ്ട്. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളും കരടിലുണ്ട്. ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി പുതിയ ഭേദഗതികളോടെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല അഴിമതികളെയും തുടച്ചു നീക്കുന്നതാണ് പുതിയ പദ്ധതി. കേന്ദ്രീകൃത പോർട്ടൽ വഴി തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാൻ സാധിക്കും. ജോലി ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകം തൊഴിൽ നൽകണമെന്നാണ് വ്യവസ്ഥ. അത് നടന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടി വരും. തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് കൂലി നേരിട്ട് ആഴ്ചാടിസ്ഥാനത്തിലോ പരമാവധി 15 ദിവസത്തിനകമോ കൈമാറണം. കാലതാമസം വരുത്തിയാൽ പ്രതിദിനം 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നതും ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകതയാണ്. പദ്ധതിയിൽ അംഗമാകുന്ന തൊഴിലാളികളുടെ കൂലി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഈ നിരക്ക് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല. ഇനി മുതൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലെ ജോലികൾ അനുവദിക്കുകയില്ല. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ്. പണികളുടെ പരിശോധന പഞ്ചായത്ത് തലത്തിലാണ് നടക്കുക. പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന തൊഴിൽ കാർഡിൻ്റെ കാലാവധി 3 വർഷമാണ്. കാലാവധി പൂർത്തിയായാൽ ഈ ഒരു കാർഡ് പുതുക്കുകയും ചെയ്യാം. പണിയെടുത്തു എന്ന വ്യാജരേഖകൾ ഉണ്ടാക്കാനാവില്ല. ക്രമക്കേടുകൾ തടയുന്നതിനായി ബയോമെട്രിക് പഞ്ചിങ്, ജിയോസ്പേഷ്യൽ ട്രാക്കിംഗ്, തത്സമയ ഡാഷ്ബോർഡുകൾ എന്നിവ പദ്ധതിയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. കായികാധ്വാനം വേണ്ട ജോലികൾ, അതുപോലെ തന്നെ അധികം അധ്വാനം വേണ്ടാത്ത സാധാരണ ജോലികളും സമ്മിശ്രമായാണ് ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 22 ലക്ഷം തൊഴിലാളികളിൽ 40%വും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്.
പരമാവധി ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.